പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീജനങ്ങളെയും നിഷ്ഠൂരം കൊന്നൊടുക്കിയ ചുട്ടുകൊന്ന സയനിസ്റ്റ് നരാധമന്മാർക്ക് തീവ്രവാദി പട്ടം ചാർത്തിക്കൊടുക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഒരിക്കൽ പോലും തയ്യാറായിട്ടില്ല. എന്നാൽ നീതിക്കും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പൊരുതുന്ന ധീരന്മാരെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കാനാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രമിച്ചത്. ഹമാസിൻ്റേത് വീരോചിതമായ ചെറുത്തുനിൽപ്പാണെന്ന് ലോകം ഏറ്റുപറയുമ്പോൾ അസോസിയേറ്റഡ് പ്രസ് ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തെ തീവ്രവാദ സംഘടനയെന്നാണ് വിശേഷിപ്പിക്കുന്നത്. വിപ്ലവകാരികളായ ഇറാൻ മിലിഷ്യകളെയും ഹിസ്ബുള്ളയെയും അതേ ഗണത്തിൽ ഉൾപ്പെടുത്തിയും ഉപരോധമേർപ്പെടുത്തിയും അമേരിക്ക പരമാവധി വേട്ടയാടി. ആ വേട്ടയാടലുകൾക്കിടയിലും ഇറാനും ഹിസ്ബുള്ളയ്ക്കും അവരുടെ ശക്തി എന്താണെന്ന് തെളിയിക്കാനായി. നീതി നിഷേധത്തോട് മൗനം പാലിക്കുകയും വേട്ടക്കാർക്ക് അഥവാ സയനിസ്റ്റ് ഭീകരവാദികൾക്ക് ഓശാന പാടുകയും ചെയ്യുന്ന അമേരിക്കയ്ക്കും ജോ ബൈഡനും എന്ത് യോഗ്യതയുണ്ട് ഇത്തരം പോരാട്ട പ്രസ്ഥാനങ്ങൾക്ക് തീവ്രവാദ പട്ടം ചാർത്തിക്കൊടുക്കാൻ? ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ സൈന്യത്തിന് ഭീകരവാദികൾക്ക് ഇഷ്ടാനുസരണം ആയുധമെത്തിച്ചു കൊടുക്കുകയും ഇസ്രായേലിന്റെ വംശഹത്യയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ബൈഡൻ ഭരണകൂടത്തിൻ്റെതെന്ന് പലതവണ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അമേരിക്കൻ ഭരണകൂടത്തെ വെല്ലുവിളിച്ച് ബൈഡന് ധീരമായ സന്ദേശം നൽകിക്കൊണ്ട് ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ് അഥവാ അറബ് ലീഗ് നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയെ ഇനിയൊരു ഭീകര സംഘടനയായി കണക്കാക്കില്ലെന്നാണ് അറബ് ലീഗിന്റെ വീരോചിതമായ ആ പ്രഖ്യാപനം. ഹിസ്ബുള്ള നേതാവ് മുഹമ്മദ് റാദുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ലീഗ് ഓഫ് അറബ് സ്റ്റേറ്റ്സ് അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ ഹുസാം സാക്കിയാണ് ഇക്കാര്യം അറിയിച്ചതെന്ന് അൽ അക്ബർ ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. രാഷ്ട്രീയത്തിലും ലെബനന്റെ ഭാവിയിലും പാർട്ടി നിർണായകമായ പങ്ക് വഹിക്കുന്നതിനാൽ ഹിസ്ബുള്ളയിൽ നിന്ന് തീവ്രവാദ ടാഗ് പിൻവലിക്കാൻ അറബ് ലീഗ് തീരുമാനിച്ചുവെന്ന് ഈജിപ്ഷ്യൻ നയതന്ത്രജ്ഞൻ ഹുസാം സാക്കി പറഞ്ഞെന്നാണ് അൽ അക്ബറിന്റെ റിപ്പോർട്ട്. ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് അറബ് ലീഗിന്റെ ഈ പ്രഖ്യാപനം. എന്നാൽ ഇക്കാര്യത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങൾ മൗനം പാലിക്കുകയാണ്. ഷിയ പാർട്ടിയെ അറബ് ലീഗ് തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച 2016 ശേഷം സാക്കിയും റാദും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും സ്ഥിതിഗതികളും ഉൾക്കൊണ്ട് എല്ലാ കക്ഷികളും UN രക്ഷാസമിതിയുടെ 1701 പ്രമേയം പാലിക്കേണ്ടതിന്റെ ആവശ്യകത ഹൊസാം സാക്കി ഊന്നി പറഞ്ഞു. ഗസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അന്താരാഷ്ട്ര സമൂഹം നിർബന്ധിക്കണം. അത് തെക്കൻ ലെബനനിലെ ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 2016 ഹിസ്ബുള്ളയെ ഒരു ഭീകര സംഘടനയായി തരംതിരിക്കാനുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെയും സൗദിയുടെയും അഭ്യർത്ഥന അറബ് ലീഗ് അംഗീകരിച്ചിരുന്നു. തീവ്രവാദവും വിഭാഗീയതയും പ്രചരിപ്പിക്കുന്നതും മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നതും മേഖലയിലെ തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്നതും അവസാനിപ്പിക്കണമെന്ന് അന്ന് അറബ് ലീഗ് ഹിസ്ബുള്ളയോട് ആവശ്യപ്പെട്ടു. ഇസ്രായേൽ സൈന്യത്തെ ഗസയുടെ എല്ലാ മേഖലകളിൽ നിന്നും പിൻവലിക്കാനും ഫലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാനും അറബ് ലീഗ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു. ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച് ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള നടത്തുന്ന പോരാട്ടങ്ങളെ അറബ് ലീഗ് അംഗീകരിക്കുന്നുവെന്ന സൂചന നൽകുകയാണ് മുഹമ്മദ് റാദും ഹൊസാം സാക്കിയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച. മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം നിർണായകമായ ഘട്ടത്തിലാണ് അറബ് ലീഗിന്റെ ആർജവമുള്ള സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായതെന്ന് പ്രത്യേകം ഓർക്കണം. അതേസമയം ഹിസ്ബുള്ളയെ ഭീകര സംഘടനകളുടെ ലിസ്റ്റിൽ നിന്ന് പിൻവലിച്ച അറബ് ലീഗിന്റെ തീരുമാനത്തിനെതിരെ അമേരിക്ക ശക്തമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. ഹിസ്ബുള്ള ഒരു അപകടകരമായ തീവ്രവാദ സംഘടനയും മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരപ്പെടുത്തുന്ന ശക്തിയുമായി തുടരുന്നു എന്നതിൽ തർക്കമില്ല. അറബ് ലീഗിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പട്ടേൽ പറഞ്ഞത് ഇപ്രകാരമാണ്: അത്തരമൊരു പദവി നീക്കം ചെയ്യാനുള്ള നടപടികളൊന്നും സ്വീകരിക്കേണ്ടതില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൂടാതെ ഹിസ്ബുള്ളയെ നിരോധിക്കുന്നതിനോ നിയന്ത്രിക്കുന്നതിനോ ലോകമെമ്പാടുമുള്ള ഗവൺമെന്റുകളെ ഞങ്ങൾ തുടർന്നും പ്രേരിപ്പിക്കും. 2019 മുതൽ ലോകമെമ്പാടുമുള്ള 16 സർക്കാരുകൾ ഈ ആഹ്വാനത്തിന് ചെവി കൊടുത്തു. ഞങ്ങൾ ആ സംഭാഷണങ്ങൾ തുടരുമെന്നും പട്ടേൽ പറഞ്ഞു. ഫലസ്തീനും ഹമാസിനും പിന്തുണ പ്രഖ്യാപിച്ച് ലോക ജനത സമാധാനപരമായ പ്രതിഷേധങ്ങളാണ് ഇതുവരെ നയിച്ചിട്ടുള്ളത്. അതേസമയം യമനിലെ ഹൂത്തികളും ലെബനനിലെ ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ സമരോത്സുകരായി സായുധ വിപ്ലവം തന്നെ നടത്തുന്നു.
ആഗോള സമൂഹം ഫലസ്തീൻ രാഷ്ട്രത്തിന് നൽകുന്ന അതേ പിന്തുണ ഫലസ്തീനികൾക്ക് വേണ്ടി പോരാടുന്ന ഹിസ്ബുള്ളയ്ക്കും ഹൂത്തികൾക്കും നൽകുമോ എന്ന ആശങ്ക ബൈഡൻ ഭരണകൂടത്തിനുണ്ടായിരിക്കാം. ഇറാൻ പിന്തുണയുള്ള ഇരു കൂട്ടരുടെയും വീരോചിതമായ ചെറുത്തുനിൽപ്പുകൾ ലോക ജനതയെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ സ്വാധീനിക്കുമോ എന്ന ആശങ്കയും അവർക്കുണ്ട്.